ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയെ കുറിച്ചാണ്. അതായത് CFT എന്നാണ് അറിയപ്പെടുന്നത്. ഈ തിയറി മെയിനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു അയോണിക് ടൈപ്പ് ക്രിസ്റ്റലിൻ സബ്സ്റ്റൻസിൻ്റെ ബോണ്ടിങ് എങ്ങനെയാണെന്ന് കണ്ടെത്താനും അതേപോലെ ഒരു കോംപ്ലക്സിലെ ബോണ്ടിങ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സിൻ്റെ അതിൻ്റെ സ്പെക്ട്ര അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, അക്കോർഡിംഗ് ടു CFT എ കോംപ്ലക്സ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് പോസിറ്റീവ് സെൻട്രൽ മെറ്റൽ അയോൺ ആൻഡ് ദ സറൗണ്ടിങ് ലിഗാൻഡ്സ് മേ എയ്തർ നെഗറ്റീവ് അയോൺസ് ഓർ മോളിക്യൂൾ വിത്ത് ഇലക്ട്രിക്കൽ ഡൈപോൾസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ സെൻട്രൽ മെറ്റൽ അയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് ലിഗാൻഡ്സ് ഒന്നെങ്കിൽ നെഗറ്റീവ് അയോൺസ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾസ് ഉള്ള മോളിക്യൂൾസ് ആവാം. ഇതാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പറഞ്ഞാൽ നെഗറ്റീവ് ലിഗാൻഡ്സ് എന്ത് പറയുന്നു, നെഗറ്റീവ് പോയിന്റ് ചാർജ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ ന്യൂട്രൽ ലിഗാൻഡ്സിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ്. അപ്പോൾ നെഗറ്റീവ് ലിഗാൻഡ്സിൻ്റെ എക്സാമ്പിൾസ് നമുക്കറിയാം Cl-, Cn- ഒക്കെ. അതേപോലെ ന്യൂട്രൽ ലിഗാൻഡ്സിന് എക്സാമ്പിൾസ് ആണ് വാട്ടർ, അതേപോലെ അമോണിയ, അതായത് NH3 അമൈൻസ് എന്ന് പറയുന്നത് അമൈനാണ്. അതേപോലെ H2 നമ്മൾ അക്വ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു. ഇത് നമ്മൾ പോയിന്റ് ഡൈപോൾസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ NH3 എന്ന് പറയുന്നത് അമൈനാണ്, അമോണിയ അല്ല, അമൈനാണ്. പിന്നെ CFT, ഇനി മൂന്നാമത്തെ ഫീച്ചേഴ്സ് നോക്കാം. CFT കൺസിഡേഴ്സ് ദ ബോണ്ടിങ് ബിറ്റ്വീൻ ദ സെൻട്രൽ മെറ്റൽ അയോൺ ആൻഡ് ദ ലിഗാൻഡ്സ് in a complex to arise from purely electrostatic attraction. It does not consider any kind of orbital overlap or covalent interaction between them. അതായത് CFTയിൽ ഇത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സെൻട്രൽ മെറ്റൽ അയോൺസും ഒരു ലിഗാൻഡും തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാവുന്നത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻ കാരണമാണ് ഇവിടെ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നത്. അല്ലാതെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഓർബിറ്റൽ ഓവർലാപ്പോ അല്ലെങ്കിൽ കോവാലന്റ് ഇൻട്രാക്ഷൻസോ ഒന്നും നടക്കുന്നില്ല. അവർ തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻട്രാക്ഷൻസ് കാരണം അവിടെ എന്ത് ചെയ്യുന്ന ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നു. നാലാമത്തെ ഫീച്ചേഴ്സ്, അട്രാക്റ്റീവ് ബോണ്ടിങ് ഇൻട്രാക്ഷൻസ് റിസൾട്ട് ഫ്രം ദ കുളംബിക് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പോസിറ്റീവ് മെറ്റൽ അയോൺ ആൻഡ് ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ്സ് ഓർ നെഗറ്റീവ് എൻഡ്സ് ഓഫ് ലിഗാൻഡ് ഡൈപോൾസ്. അതായത് നമ്മുടെ ഒരു അട്രാക്റ്റീവ് ബോണ്ടിങ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ്, നമ്മുടെ പോസിറ്റീവ് മെറ്റൽ ആയിട്ടുള്ള സെൻട്രൽ മെറ്റലിൻ്റെ പോസിറ്റീവ് മെറ്റൽ അയോണും അതായത് നെഗറ്റീവ്ലി ചാർജ് ലിഗാൻഡ്സും തമ്മിൽ ഉണ്ടാകുന്ന ഒരു അട്രാക്ഷൻ, കൊളംബിക് അട്രാക്ഷൻ കാരണം അവിടെ ഒരു അട്രാക്റ്റീവ് ബോണ്ടിങ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞത്, ദർ ആർ ആൾസോ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ടു ബി കൺസിഡേർഡ് വിച്ച് അറൈസ് ഫ്രം ദ repulsive forces between the ligand lone pairs and the valence d electrons of the metal. These interactions are in fact responsible for the splitting of metal d orbital in sets of different energies considered next. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അട്രാക്റ്റീവ് ഫോഴ്സ് നമ്മൾ പറഞ്ഞു, അട്രാക്റ്റീവ് ബോണ്ടിങ് ഇൻട്രാക്ഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അതുണ്ടാവുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റലിന് ഒരു വാലൻസ് d ഇലക്ട്രോൺസ് ഉണ്ടാവും, അതും അതേപോലെ നമ്മുടെ ലിഗാൻഡ്സിൻ്റെ ലോൺ പെയേഴ്സും. അപ്പോൾ അവിടെ ലോൺ പെയേഴ്സും അതേപോലെ മെറ്റലിൻ്റെ വാലൻസ് d ഇലക്ട്രോൺസും തമ്മിൽ എന്ത് ചെയ്യാണ്, റിപ്പൾസീവ് ഫോഴ്സാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കറിയാം, ഈ ഒരു റിപ്പൾസീവ് ഉണ്ടായത് കൊണ്ടാണ് നമുക്ക് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് നമ്മുടെ ഡീജനറേറ്റ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ഒക്കെ സ്പ്ലിറ്റ് ഇൻറ്റു 2. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ സ്പ്ലിറ്റിംഗ് ടു, അതായത് ഒരു ലിഗാൻഡ് മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡി ഓർബിറ്റൽസ്, അതായത് ഡീജനറേറ്റ് ആയിട്ട് കിടക്കുന്ന ഡി ഓർബിറ്റൽസ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടായിട്ട് മാറും. അപ്പോൾ നമ്മൾ പറയും, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ദ 5 d orbitals of a free metal ion are degenerate. However, as the ligands approach the metal ion, the degeneracy of the metal d orbital is lost. They are split into sets of orbital having different energies. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ 5 d orbitals ഒരു ഫ്രീ മെറ്റൽ അയോണ് മാത്രം നിൽക്കുകയാണ്. അതായത് ഒരു മെറ്റൽ അയോൺ മാത്രമാകുമ്പോൾ അതിൻ്റെ 5 d ഓർബിറ്റൽസും ഡീജനറേറ്റ് ആയിരിക്കും. ഡീജനറേറ്റ് എന്ന് പറയുമ്പോൾ
ആ എല്ലാ ഓർബിറ്റൽസിനും ഈക്വൽ എനർജി, അപ്പോൾ ഒരേ ഇതിലായിരിക്കും നിൽക്കുന്നത്. പിന്നീട് അതിലേക്ക് നമ്മൾ ലിഗാൻഡ് ആ മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ മെറ്റലിൻ്റെ ഡീജനറസി നഷ്ടപ്പെടും. അങ്ങനെ എന്ത് ചെയ്യും, അത് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഡിഫറെൻറ്റ് എനർജീസ് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ CFTയുടെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ്. അതായത് ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ നോർമലി ഡീജനറേറ്റ് സെറ്റ് ഓഫ് 5 d orbitals ഓഫ് മെറ്റൽ അയോൺ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് അപ്രോച്ചിങ് ലിഗാൻഡ്സ് ഇൻടു സെറ്റ്സ് ഓഫ് ഓർബിറ്റൽ ഹാവിങ് ഡിഫറെൻറ്റ് എനർജീസ്. അതായത് നമ്മൾ നേരത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് പറഞ്ഞതിൽ 6ാമത്തെ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ടോ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു ഫ്രീ മെറ്റൽ അയോൺ അത് ഡീജനറേറ്റ് ആയിട്ട് നിൽക്കുമായിരിക്കും 5 d orbitals. അതിലേക്ക് നമ്മുടെ ഒരു ലിഗാൻഡ്സ് അതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ d orbitals ഡിഫറെൻറ്റ് എനർജി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിലെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു മെറ്റൽ അയോൺ, ഒരു സെൻട്രലിലൊരു മെറ്റൽ അയോൺ, അതിന് ചുറ്റും നമ്മുടെ 6 ലിഗാൻഡ്സ്. അപ്പോൾ നമ്മളിവിടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ നമുക്കറിയാം 6 ലിഗാൻഡ്സ് ആണ് വരുന്നത്. അപ്പോൾ ML6 എന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു പിക്ചർ നോക്കാം. ML6. അപ്പോൾ നമ്മൾ 6 ഭാഗത്തായിട്ട് നമ്മുടെ ലിഗാൻഡ്സ് ഉണ്ട്. 4 കോർണറിലും പിന്നെ 1 പാരലായിട്ട് കാണുന്നുണ്ടാവും. ആ സെൻട്രൽ ആക്സിസിലൂടെ പാസ് ചെയ്യുന്ന 2 ലിഗാൻഡ്സ്. അപ്പോൾ നമുക്കറിയാം ഇതിലെ മെറ്റലിന് എന്തുണ്ട്, ഒരു ഡി ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ആ ഡി ഓർബിറ്റൽസിന് നമുക്കറിയാം എങ്ങനെയൊക്കെയാണ് ആ ഡി ഓർബിറ്റലിൻ്റെ ഷേപ്പ്. നമുക്ക് മെയിനായിട്ട് ഡി ഓർബിറ്റൽസ് എന്ന് പറയുമ്പോൾ 5 ആണ്. നമുക്കറിയാം, ആൾറെഡി അറിയാവുന്ന കാര്യമാണ്. 5 d orbitals ആണുള്ളത്. ഒന്ന് dxy, dyz, dxz, അതേപോലെ dx² - y², dz². ഇങ്ങനെ ഒരു 5 d orbitals ആണ് നമുക്കുള്ളത്. നമുക്ക് ആ ഡയറക്ഷൻ നോക്കി അറിയാൻ പറ്റും. നമ്മുടെ x, y, z ഒക്കെ നമ്മുടെ ആ ഒരു കോർണറിലൂടെയാണ് പോകുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പിക്ചർ നോക്കി അറിയാൻ പറ്റും, x, y, z നമ്മുടെ ആ ഒരു കോർണറിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിഗാൻഡ്സ് നമ്മുടെ XYZ ഡയറക്ഷനിലൂടെ അല്ലെങ്കിൽ x-y-z ഡയറക്ഷനിലൂടെ ആ ഒരു മെറ്റലിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് ചെയ്യാണ്, ആ ഡി ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ 5 d orbitals എന്ത് ചെയ്യും, അത് ഡിഫറെൻറ്റ് എനർജിയായി സെറ്റായിട്ട് മെയിനായിട്ട് രണ്ടായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യാറ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ 5 ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡി ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഫസ്റ്റത്തെ dx² y² എന്നുള്ള ആ ഭാഗത്ത് അത് നമ്മുടെ ആ എക്സിലൂടെയും വൈയിലൂടെയുമാണ് അല്ലേ. ആ ഒരു ഡംബൽ ഷേപ്പ് നിങ്ങൾ കാണുന്നുണ്ടാവും. അത് x-y ആ ഒരു ആക്സിസിലാണുള്ളത്. അതുപോലെ z² ആണെങ്കിലും അതും z ആക്സിസിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ xy അതേപോലെ yz xz അവിടെ നോക്കി അറിയാൻ പറ്റും എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ആ ഒരു ഡയറക്ഷനിലല്ല നമ്മുടെ എന്തുള്ളത്, ഈ dxy dyz dxz എന്നുള്ള ഓർബിറ്റിലുള്ളത്. അവരെന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നടു, അതായത് നമ്മുടെ ആക്സിസിൻ്റെ ബിറ്റ്വീനിലാണ് നിൽക്കുന്നത്, ആ നടുക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ലിഗാൻഡ്സ് നമുക്കറിയാം XYZ ആ ഡയറക്ഷനിലൂടെ ആയിരിക്കും ലിഗാൻഡ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ x² y² അതേപോലെ z² ഏറ്റവും കൂടുതൽ റിപ്പൾഷൻ നടക്കുന്നത്. ഗ്രേറ്റർ റിപ്പൾഷൻ നമ്മൾ നടക്കുന്നത് dx² y² dz² കാരണം നമുക്കറിയാം അവിടെ നിൽക്കുന്നത് ആ dx² y² ഓർബിറ്റിൽ നിൽക്കുന്നത് y ആക്സിസ് x ആക്സിസിൽ ആ ആക്സിസിലാണ്. അപ്പോൾ ആ ഡയറക്ഷനിലൂടെയാണ് ലിഗാൻഡ് വരുന്നത്. അപ്പോൾ അവിടെ ഗ്രേറ്റർ റിപ്പൾഷൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ z² ആ ആക്സിസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഗ്രേറ്റർ റിപ്പൾഷൻ ഉണ്ടാവും. XY YZ XZ റിപ്പൾഷൻ കുറവായിരിക്കും. കാരണം നമുക്കറിയാം അത് നിൽക്കുന്നത് നമ്മുടെ ആ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് ഫീൽഡ് വന്ന, അതായത് ഇപ്പോൾ നമ്മുടെ 6 ലിഗാൻഡ്സ് നമ്മുടെ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആയതുകൊണ്ട് 6 ലിഗാൻഡ്സ് ആണ്. നമ്മുടെ ഒരു 6 ലിഗാൻഡ്സ് നമ്മുടെ മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റലുള്ള 5 d orbitals സ്പ്ലിറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് 2 ടൈപ്പായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഒന്ന് ഡബ്ലി ഡീജനറേറ്റും പറയും, ഒന്ന് എന്താണ് പറയുന്നത്, ട്രിപ്പിളി ഡീജനറേറ്റ് ആണ്. അപ്പോൾ ഡബ്ലി ഡീജനറേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ dx² y² dz² അത് 2 ഭാഗമാക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞിരുന്നു. അലോങ് ദ ആക്സിസ് അതാണ് നമ്മൾ x² y² dz² ഉള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കായിരിക്കും ഗ്രേറ്റർ റിപ്പൾഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും എന്താ ചെയ്യുക ഗ്രേറ്റർ എക്സ്റ്റെൻറ്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ 3 പേരാണ്. അതായത് DXY, YZ, XZ. അവർ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആയതുകൊണ്ട് തന്നെ അത്ര റിപ്പൾഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ആ ഒരു പൊസിഷനിൽ മാറുന്നുള്ളൂ, കുറച്ചൊരു റൈസ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ 3 പേര് ഒന്നിച്ചും മറ്റേ 2 പേര് വേറെ ഗ്രൂപ്പായിട്ട് നിൽക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, 2 ടൈപ്പ് കിട്ടും. അതാണ് ഒന്ന് ഡബ്ലി ഡീജനറേറ്റും ഒന്ന് ട്രിപ്ലി ഡീജനറേറ്റും. അപ്പോൾ ഡബ്ലി ഡീജനറേറ്റിന് നമ്മളെന്ത് പറയും, EG ഓർബിറ്റൽസ് എന്ന് പറയും. ട്രിപ്ലി ഡീജനറേറ്റിന് നമ്മൾ T2G എന്നും പറയും. അപ്പോൾ EG എന്ന് പറയുന്നത് ഡബ്ലി ഡീജനറേറ്റിനെയും T2G എന്ന് പറയുന്നത് ട്രിപ്ലി ഡീജനറേറ്റിനെയാണ്. അപ്പോൾ ഇത് ഒക്ടാഹെഡ്രലിൻ്റെ കേസാണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി നമ്മളൊരു സ്പ്ലിറ്റിംഗ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ T2G ആൻഡ് EG ഈസ് ഡിനോട്ടഡ് ആസ് നമ്മൾ ഡെൽറ്റ O എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അതായത് നമ്മൾ T2Gയും EG നമ്മൾ പറഞ്ഞ സ്പ്ലിറ്റിംഗ് നടന്നല്ലോ. അപ്പോൾ അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡെൽറ്റ O, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും 10dQ എന്ന് പറയും. ഈ DQ എന്ന് പറയുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്ററാണ്. അപ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡീജനറേറ്റ് ഡി ഓർബിറ്റൽസ് ഓഫ് ഫ്രീ മെറ്റൽ അയോൺ നമ്മൾ പറഞ്ഞിരുന്നു, ഡീജനറസി കാണിക്കുന്നുണ്ട് നമ്മുടെ ഫ്രീ മെറ്റൽ അയോൺ. അതായത് 5 ഡി ഓർബിറ്റലും ഈക്വലി എനർജിയാണ്, അതുകൊണ്ട് ഒരേ ലെവലിൽ നിൽക്കുന്നു. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ലിഗാൻസ് ഇതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ കേസിൽ നമുക്കറിയാം സ്പ്ലിറ്റിംഗ് 2ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കലി നമുക്കൊരു സിമ്മട്രിക്കൽ ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് ഫീൽഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് സ്ഫെറിക്കലി സിമ്മട്രിക്കൽ ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് ഫീൽഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ നോർമലായിട്ടുള്ള നമ്മുടെ ഈ 5 ഡി ഓർബിറ്റിലും കുറച്ചൊന്ന് എന്ത് ചെയ്യും, എനർജി കൂടും. അതായത് റിപ്പൾഷൻ നടന്നിട്ട് ഈക്വലായിട്ടായിരിക്കും നിൽക്കുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് തിയറിയാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്, ശരിക്കും പ്രാക്ടിക്കബിൾ അല്ല. ശരിക്കും നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതേപോലെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്ന് T2G നമ്മൾ പറഞ്ഞാൽ അത്ര റിപ്പൾഷൻ ഇല്ലാത്ത ഭാഗങ്ങളാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് എനർജിയേ ഉള്ളൂ. എന്നാൽ EGക്ക് നമുക്കറിയാം ഗ്രേറ്റർ റിപ്പൾഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് ഗ്രേറ്റർ എക്സ്റ്റേണൽ ആയിരിക്കും, എനർജി നന്നായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. T2Gയിൽ അത്ര എന്ത് ചെയ്യുന്നില്ല, കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മുടെ ഡീജനറേറ്റ് ഫ്രീ മെറ്റൽ ആയതുകൊണ്ട് ഡീജനറസി ഡി ഓർബിറ്റലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ കാണിച്ചിട്ടുള്ളത് നമ്മൾ ഹൈപ്പോത്തറ്റിക്കലാണ്, അതായത് ഒരു സ്ഫെറിക്കലി സിമെട്രിക്കൽ ഒക്ടാഹെഡ്രൽ ലിഗാൻഡ് ഫീൽഡ് വരുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ഹൈപ്പോത്തറ്റിക്കലാണെങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത്. അതായത് എല്ലാം ഒരേപോലെ റിപ്പൾഷൻ വന്നു. അപ്പോൾ റിപ്പൾഷൻ വന്നതുകൊണ്ട് എന്ത് ചെയ്യാണ്, അവർ കുറച്ച് എനർജി കിട്ടി, അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥം നടക്കുന്നത് എങ്ങനെയാണ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ എന്തൊക്കെയാണ് 2 സെറ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് T2G ആയിട്ടും ഒന്ന് EG ആയിട്ടും. EGക്ക് നല്ല ഹൈ എനർജി ആയിരിക്കും, T2Gക്ക് ലോവർ എനർജി ആയിരിക്കും. നമ്മൾ ഹൈപ്പോത്തറ്റിക്കലി നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ലോവർ എനർജി ആയിരിക്കും. പിന്നെ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു, ഡെൽറ്റ O എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ 10dQ എന്ന് പറയും. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ EGക്ക് 6dQ ആണ്, അതായത് 6 എനർജി കൂടുതലാണ് ഇതിന്. 6dQ ആയിരിക്കും നമ്മുടെ ഹൈപ്പോത്തറ്റിക്കലി ഡീജനറേറ്റ് ഡി ഓർബിറ്റലും നമ്മുടെ EGയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 6dQ ആണ്. അതേപോലെ നമ്മുടെ ഹൈപ്പോത്തറ്റിക്കലി ഡീജനറേറ്റ് ഡി ഓർബിറ്റലും നമ്മുടെ T2Gയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് 4dQ ആണ്, അതായത് കുറയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ് നമ്മൾ 10dQ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലിഗാൻഡ് വരുന്നത് ആരാണോ, അത് സ്ട്രോങ് ലിഗാൻഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തായിരിക്കും, ഗ്രേറ്റർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്. അതായത് നമ്മുടെ ആ ഒരു സെൻട്രൽ മെറ്റൽ അയണിലേക്ക് സ്ട്രോങ് ഫീൽഡ് എക്സേർട്ട് ചെയ്യും, അങ്ങനെ നമുക്ക് ഗ്രേറ്റർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് കിട്ടും. ഇൻ കേസ് നമ്മുടെ വീക്ക് ലിഗാൻഡാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഫ്ലോറൈഡൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ സെൻട്രൽ മെറ്റൽ ആയതുകൊണ്ട് ഒരു വീക്ക് ഫീൽഡാണ് എക്സേർട്ട് ചെയ്യുക. അതുകൊണ്ട് നടക്കുന്നത് സ്മാളർ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് D ഇലക്ട്രോൺസ് ഇൻ T2G ആൻഡ് EG ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ D1 D2 D3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു T2Gയും EG ആണ് 2ആയിട്ടുള്ളത്.
ഇപ്പോൾ D1 നമുക്ക് 1 ഇലക്ട്രോണാണ് നമ്മൾ ഡി ഓർബിറ്റലുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും ലോവർ എനർജിയിലേക്കാണ് ഫസ്റ്റ് ഇലക്ട്രോൺ പോവേണ്ടത്. അപ്പോൾ ലോവർ എനർജി എന്ന് പറയുന്നത് T2g ആണ്. അപ്പോൾ T2gയിൽ ഒരു ഓർബിറ്റലിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോൺ പോകും. അപ്പോൾ അവിടെ Eg എന്താണ് 0 ആണ്. T2gയിലെ ബാക്കി രണ്ട് ഓർബിറ്റലും കൂടെ ഉണ്ട്, അവരും 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? D1 ആണെങ്കിൽ നമ്മുടെ കോൺഫിഗറേഷൻ ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ T2g1ഉം Eg 0 ആണ്. ഇനി D2 ആവുന്ന കേസിലോ നമ്മൾ T2g 2 ആവും, Eg 0. D3 ആവുന്ന കേസിലോ T2g 3 Eg 0. അപ്പോൾ ഇതുവരെ ഒരു കൺഫ്യൂഷൻ ഇല്ല. നമുക്ക് നോർമലി ഇങ്ങനെ തന്നെയാണ് നടക്കുക. D3 വരെ നമ്മുടെ നോർമലി ഈ ലെവലിലായിരിക്കും ഉണ്ടാവുക. അതായത് ലോവർ എനർജി ആയിട്ടുള്ള T2g, അതായത് 3 T2g ഓർബിറ്റൽ ഉണ്ട് അല്ലേ. T2g ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 3 d ഓർബിറ്റൽസ് ആണ്. അപ്പോൾ അതിൽ ഓരോ ഓർബിറ്റൽസിലും എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺ കൊടുത്ത് നമ്മൾ D3 ആകുമ്പോഴേക്കും എല്ലാ താഴെ കിടക്കുന്ന ലോവർ എനർജിയിലുള്ള നമ്മുടെ ഡി ഓർബിറ്റൽസിൽ എല്ലാത്തിലും എന്ത് ചെയ്യാണ്? ഹാഫ് ഇലക്ട്രോൺസ് ആയി മാറി. ഇനി നെക്സ്റ്റ് നമ്മൾ D4 ആണെങ്കിൽ നമുക്കറിയാം നോർമലി നമ്മൾ ചെയ്യാറുള്ളത് എന്താണ്? നെക്സ്റ്റ് 4ാമത്തെ ഓർബിറ്റലിലേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അവിടെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരുന്ന ആൾ സ്ട്രോങ് ആണോ വീക്ക് ആണോ നോക്കിയിട്ടാണ് എവിടെ പോകണം. അതായത് ഒന്നെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, പിക്ചർ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? D1 D2 D3 ആയിരുന്നു. അപ്പോൾ ഒരു ഓർബിറ്റൽ ഇങ്ങോട്ട് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടായിരുന്നു D1 ആയപ്പോൾ. D2 ആയപ്പോൾ ഒന്നിവിടെയും ഒന്നിവിടെയും വന്നു. D3 ആയപ്പോൾ ഒന്നിവിടെയും ഒന്നിവിടെയും ഒന്നിവിടെയും. നെക്സ്റ്റ് D4 ആണെങ്കിൽ നമുക്ക് 2 ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ വരാം ഇലക്ട്രോൺ, അതായത് Egയിലെ ഒരു ഓർബിറ്റലിൽ. അല്ലെങ്കിൽ വേറൊരു ചാൻസ് ഉണ്ട്, നമ്മൾ T2gയിൽ തന്നെ ഹാഫേ ആയിട്ടുള്ളൂ. അതായത് ഒരാൾക്ക് കൂടെ നമുക്കറിയാം 2 ഇലക്ട്രോണാണ് ഒരു ഓർബിറ്റലിൽ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെയും വരാം D4 ആകുമ്പോൾ. അപ്പോൾ അത് എങ്ങനെ വരണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ഒരു കാര്യമുണ്ട് പറയാൻ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇഫ് ΔO ഈസ് ഗ്രേറ്റർ ദാൻ P. ΔO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ എനർജി. P എന്ന് പറയുന്നത് നമ്മൾ പെയറിങ് എനർജിയാണ്. പെയറിങ് എനർജി പറഞ്ഞാൽ ആ പെയർ നമുക്കറിയാം ഒരു 2 ഇലക്ട്രോൺസ് വരുമ്പോൾ ആ പെയർ നടത്താനുള്ള ഒരു എനർജി ഉണ്ട്. അപ്പോൾ അതാണ് പെയറിങ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇഫ് ΔO ഈസ് ഗ്രേറ്റർ ദാൻ P, ആസ് ഈസ് ദ കേസ് വെൻ ദ ലിഗൻഡ്സ് ആർ സ്ട്രോങ്, pairing in the lower energy T2g orbital is preferred over placement in higher energy Eg orbitals. The resulting complex are ones with lower numbers of unpaired electrons and hence called low spin complex or strong field complex. അതായത് നമ്മുടെ പെയറിങ് എനർജിനേക്കാളും നമ്മുടെ ΔO ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രോൺസ്, അതായത് നമ്മൾ ഇത് മെയിനായിട്ട് നടക്കുന്ന നമ്മുടെ സ്ട്രോങ് ലിഗാൻസ് വരുന്ന കേസുകളിലായിരിക്കും നമ്മുടെ ΔO ഈസ് ഗ്രേറ്റർ ദാൻ P ആവുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലോവർ എനർജി ആയിട്ടുള്ള T2gയിൽ തന്നെയായിരിക്കും അടുത്ത 4ാമത്തെ ഇലക്ട്രോണും പോകുന്നത്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മൾ പറഞ്ഞ ഒരു സ്ട്രോങ് ലിഗാൻഡ് വരുന്ന കേസുകളിൽ ഈ ΔO എന്ത് ചെയ്യും? നമ്മുടെ പെയറിങ് എനർജിനേക്കാളും കൂടും. അപ്പോൾ ഇതായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ Eg കുറച്ച് ദൂരത്തായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യുക? ഈ Egയിലേക്ക് പോകാൻ കഴിയില്ല. പകരം എന്ത് ചെയ്യുകയാണ്? ഈ T2gയിൽ തന്നെ ആയിരിക്കും നമ്മുടെ വരുന്നത് 4ാമത്തെ ഇലക്ട്രോൺ വരുന്നത്. അപ്പോൾ ആ ഒരു കേസുകളിൽ നമുക്ക് എന്താ പറയാം? ലോവർ എനർജിയിൽ തന്നെയാണ് നമ്മുടെ വരിക? നെക്സ്റ്റ് ഇലക്ട്രോണും വരുന്നത്. എപ്പോൾ? ഇഫ് ΔO ഈസ് ഗ്രേറ്റർ ദാൻ P. അത് മെയിനായിട്ട് നടക്കുന്ന സ്ട്രോങ് ലിഗാൻസിൻ്റെ കേസിലാണ്. അപ്പോൾ അവിടെ T2gയിൽ തന്നെ ആയിരിക്കും നമ്മുടെ 4ാമത്തെ ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക? ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് ലോ എനർജി ലെവലിലാണ് ഇത് വരുന്നത്. അതായത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞിരുന്നു സ്ട്രോങ് ലിഗാൻസ് വരുന്ന കേസുകളിലാണ് ഇങ്ങനെ താഴത്തെ ലെവലിൽ തന്നെ എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു Egയിലേക്ക് പോവാതെ നമ്മൾ T2gയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? പെയറിങ് നടക്കുകയാണ്. അവിടെ തന്നെ എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? നമുക്കറിയാം അൺപെയർ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയാണ്. കാരണം നമ്മൾ ആൾറെഡി പറഞ്ഞു D3 വരെ T2gയിൽ 3 ആയിരുന്നു. അതായത് ഈ മൂന്ന് ഓർബിറ്റലും ഹാഫായി നിൽക്കുകയാണ്. ഒരു ഇലക്ട്രോൺ അല്ലേ? അപ്പോൾ നമ്മുടെ 4ാമത്തെ ഇലക്ട്രോൺ നമ്മുടെ T2gയിൽ തന്നെ വന്നാൽ നമുക്ക് എന്താ പറയാം? അവിടെ നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ കുറയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് പറയാം, ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റും. ഇനി നേരെ തിരിച്ച് നമ്മൾ ഡെൽറ്റ ഒ ഈസ് ലെസ് ദാൻ പി ആണെങ്കിൽ അവിടെ എന്താണ്, ഈ ഹൈ എനർജിയുള്ള ഇ ജിയിലേക്കാണ് നമ്മുടെ അടുത്ത 4ാമത്തെ ഇലക്ട്രോൺ പോവുക. അതായത് 4ാമത്തെ ഇലക്ട്രോൺ ഈ ഇ ജിയിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചാൻസ്, ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇവിടെ താഴത്ത് ആൾറെഡി ഹാഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ഹാഫ് ഫിൽഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതായത് T2Gയിൽ ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. പിന്നെ 4ാമത്തെ ആൾ പോകണമെന്ന് നമ്മൾ പറഞ്ഞു ഇ ജിയിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാണ്, നമ്മുടെ അൺപെയർ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരാണ് ഹൈ സ്പിൻ കോംപ്ലക്സ് അല്ലെങ്കിൽ വീക്ക് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയും. ഇത് വീക്ക് ലിഗാൻഡ്സ് നടക്കുന്ന കേസുകളിൽ ഇതാണ് നടക്കാറ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എത്രയാണ്, ഡെൽറ്റ ഒ ഈസ് ഗ്രേറ്റർ ദാൻ പി, സ്ട്രോങ് ലിഗാൻഡാണ് നടക്കുക. അതായത് സ്ട്രോങ് ലിഗാൻഡിൻ്റെ കേസിൽ ഡെൽറ്റ ഒ ഈസ് ഗ്രേറ്റർ ദാൻ പി ആണ്. അപ്പോൾ അവിടെ നടക്കുന്ന ലോ സ്പിൻ കോംപ്ലക്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സ് ആണ്. ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് വരാൻ കാരണം നമ്മളെ നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയാണ്. അപ്പോൾ കുറയണമെങ്കിൽ നമുക്കറിയാം ആ T2G തന്നെ പോകണം നമ്മുടെ 4ാമത്തെ ഇലക്ട്രോണും. ഈ 5ാമത്തെ കേസ് 5 D5 ആണെങ്കിൽ, അതായത് 5 ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ 5ാമത്തെ ഇലക്ട്രോൺ നമ്മളെ T2G തന്നെ പോകും. 6ാമത്തെ ഇലക്ട്രോൺ ഉണ്ടെങ്കിലോ 6ാമത്തെ നമ്മുടെ അതിൽ തന്നെ പോകും, T2G തന്നെ പോകും. അങ്ങനെ പോവാം. അതായത് ലോ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ. ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം, 4ാമത്തെ ആൾ എങ്ങോട്ടായിരിക്കും പോവുക, നമ്മുടെ ഇ ജിയിലേക്കായിരിക്കും പോവുക. 5ാമത്തെ ആൾ എങ്ങോട്ട് പോകും, ഇ ജിയിലേക്ക് പോകും. അപ്പോൾ പിന്നെ 6ാമത്തെ ആൾ നമ്മുടെ താഴേക്കനെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ D1, D2, D3യുടെ കോൺഫിഗറേഷൻ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ D4, D5, D6, D7 ആണ്. ഇതിൽ നോക്കേണ്ടത് ലോ സ്പിന്നും ഉണ്ട്, ഹൈ സ്പിന്നും ഉണ്ട്. ലോ സ്പിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് ലിഗാൻഡ് വരുന്ന കേസുകളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് അൺപെയർ ഇലക്ട്രോൺ കുറയാണ്. അതായത് താഴത്തെ T2G ലെവലിലേക്ക് തന്നെയാണ് ഇലക്ട്രോൺ പോകുന്നത്. അപ്പോൾ D4 ആകുമ്പോൾ T2G4, അവിടെ ഹൈ സ്പിൻ ആണെങ്കിൽ T2G3യും ഇ ജിയിലേക്ക് പോയി 1. പിന്നെ D5 ആകുമ്പോൾ D2G5, ഹൈ സ്പിൻ ആയപ്പോൾ T2G3, EG2. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം എന്ത് ചെയ്തു, ഹാഫ് ഫിൽഡ് ആയിട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കണം, ഇവിടെ നമ്മുടെ 3യും 2യും എല്ലാ ഓർബിറ്റൽസും നമ്മുടെ ഹാഫ് ഫിൽഡ് ആയി. ഇനി D6 വരുന്ന കേസുകൾ ഇവിടെ ഇനിയും ചാൻസ് ഉണ്ട്. അപ്പോൾ T2G6 അവിടെ 6 ഇ ജിയിൽ അപ്പോഴും 0 ആണ്. പക്ഷേ ഇവിടെ ഹൈ സ്പിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ എല്ലാം ഹാഫ് സ്പിന്നായി. അതായത് ഹാഫ് ഇലക്ട്രോൺ എല്ലാ ഓർബിറ്റലും ഓക്കുപ്പൈ ചെയ്തു. നെക്സ്റ്റ് വരുന്ന ആൾ എങ്ങോട്ട് വരണം, നെക്സ്റ്റ് നമ്മൾ T2Gയിൽ തന്നെ 1ാമത്തെ ഇലക്ട്രോണിൽ പോകണം. പിന്നെ D7 ആകുമ്പോഴോ ഇവിടെ EG1ലേക്ക് വന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ ടിയിലെ 2ാമത്തെ ഓർബിറ്റലിലേക്കും പോയി. അപ്പോൾ 2 ഓർബിറ്റൽ ഇവിടെ എന്ത് ചെയ്തു, ഫുൾ കംപ്ലീറ്റ് ആയിട്ടോ. T2Gയിലെ 3 ഓർബിറ്റൽ ഉണ്ടായിരുന്നു, അതിൽ 2 പേര് എന്ത് ചെയ്തു, കംപ്ലീറ്റ്ലി ഫിൽഡായി. അവിടെ പിന്നെ ബാക്കി ഒരാൾ ഇവിടെ ഹാഫ് ഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇ ജിയിൽ 2 ആളും ഹാഫ് ഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനി D8 വരുന്ന കേസുകളിൽ അതായത് 8ാമത് ഇലക്ട്രോൺ വരുമ്പോൾ നമുക്ക് നോർമലായിട്ട് നമുക്കറിയാം എങ്ങോട്ടേക്കേ പോവുള്ളൂ. നമ്മുടെ D8 ആണെങ്കിൽ ഇതിലും നമ്മൾ എന്ത് ചെയ്യും, T2G6ഉം EG2 അല്ലേ, നോർമലായിട്ട് നമുക്കറിയാം ഇവിടെ പോകാൻ ചാൻസ് ഉള്ളൂ. കാരണം ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഫില്ലായി T2Gയിൽ. നെക്സ്റ്റ് ഇ ജിയിലേക്ക് പോകാനുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും നമ്മുടെ T2G6, EG2. നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് ഇലക്ട്രോൺ നമ്മൾ പോകേണ്ടത് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്, T2Gയിലെ 3ാമത്തെ ഓർബിറ്റലിലാണ് നമ്മൾ നെക്സ്റ്റ് പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ വരച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. D9 ആകുമ്പോൾ പിന്നെ ഒരു ഡൗട്ടുമില്ല, നേരെ ഇ ജിയിലെ ഇലക്ട്രോണിലേക്കാണ് പോകേണ്ടത്. ഇതൊന്നും നമുക്കൊരു ഡൗട്ട് വരില്ല, കാരണം നമ്മൾ വരച്ച് നോക്കണം. നിങ്ങൾ വരച്ച് നോക്കിയിട്ട് തന്നെ കാണിക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്നും കൂടെ പറഞ്ഞ് ഈ ഒരു പിക്ചർ വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് D1 ഇലക്ട്രോൺ ആകുമ്പോൾ ഇവിടെ ഇലക്ട്രോൺ വന്നു, D2 ആയപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വന്നു, D3 ആയപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ D4 ആകുമ്പോൾ ലോ സ്പിൻ ആണെങ്കിൽ ഇവിടെ വന്നു, ഹൈ സ്പിൻ ആണെങ്കിൽ ഇവിടെ വരും. പിന്നെ നമ്മുടെ ലോ സ്പിൻ ആയിട്ടുള്ള D5 ആകുമ്പോൾ എവിടെ വരണം, ഇവിടെ വരണം. അതായത് ഇവിടെ ആൾറെഡി ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു ആൾറെഡി. D5 ആയപ്പോൾ ഇവിടേക്ക് വന്നു. ഇനി ഹൈ സ്പിൻ ആണ് D5 എന്നുണ്ടെങ്കിലോ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പോൾ നമ്മുടെ 5 ആളായിട്ടോ. ഈ നെക്സ്റ്റ് D6 നമ്മുടെ ലോ സ്പിൻ ആണെങ്കിൽ 1 ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ,
4 ഇവിടെ, 5 ഇവിടെ, 6 ഇവിടെ. അപ്പോൾ T2G ഫുള്ളായി, D6 ആയപ്പോൾ. ലോ സ്പിൻ്റെ കേസാണ്. ഹൈ സ്പിൻ ആകുമ്പോഴോ ഇവിടെ 3 ആളും പിന്നെ ഇവിടെ 1, 2. അപ്പോൾ D5 ആയിട്ടുള്ളൂ. അടുത്ത 6ാമത്തെ ആൾ എങ്ങോട്ട് പോകണം? തിരിച്ച് T2Gയിലേക്ക് തന്നെ പോകണം. ഓക്കെ. D7 ആയപ്പോഴോ, അതായത് നമ്മുടെ ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഫില്ലായി നമ്മുടെ ലോ സ്പിൻ്റെ കേസിൽ. പിന്നെ നെക്സ്റ്റ് ഒരാൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആയി. പിന്നെ ആ സമയത്ത് നമ്മുടെ ഹൈ സ്പിൻ ആണെങ്കിലോ നമ്മൾ ഇത് D5 വരെ നമ്മളിത് ഹാഫ് ഫില്ലായിട്ട് എല്ലാം കടന്നിരുന്നു. D6 ആയപ്പോൾ ഇവിടെയും പറഞ്ഞിരുന്നു. D7 ആയപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ നെക്സ്റ്റ് D8 വരുന്ന എങ്ങോട്ടാണ്? D8, D9, D10 നമ്മുടെ ഹൈ സ്പിൻ ആകുമ്പോൾ ലോ സ്പിൻ ആകുമ്പോൾ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ മാറ്റമൊന്നും വരുന്നില്ല. നിങ്ങൾ അപ്പോൾ ഓരോ കോളമാക്കി വരച്ചിട്ട് എന്നെ കാണിക്കണം. അതായത് ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കുക. നമ്മുടെ സ്പ്ലിറ്റിംഗ് ഇൻറ്റു ലോവർ എനർജി T2G, EG എന്നിട്ട് ഇങ്ങനെ സ്പ്ലിറ്റിംഗ് വരയ്ക്കുക. D1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ കാണിക്കുക. D2 എന്ന് പറയുമ്പോൾ ഇവിടെയും ഇവിടെയും ഒരു ഇലക്ട്രോൺ കാണിക്കുക. അങ്ങനെ D10 വരെ നിങ്ങൾ കാണിക്കണം. അതിൽ D4 അതേപോലെ D4 to D7 വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹൈ സ്പിന്നും ലോ സ്പിന്നിലും വരച്ചിട്ട് എന്നെ കാണിക്കണം. ഓക്കെ. നെക്സ്റ്റ് പറയാനുള്ളത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ്. അപ്പോൾ അതെന്താ നോക്കാം. ദ ചേഞ്ച് ഇൻ എനർജി ദാറ്റ് ഒക്കേഴ്സ് ഫ്രം ദ പ്രിഫറൻഷ്യൽ ഫില്ലിംഗ് അപ്പ് ഓഫ് ദ മെറ്റൽ അയോൺ d orbitals in a given ligand environment due to crystal field effect is called crystal field stabilization energy. അതായത് നമ്മുടെ ക്രിസ്റ്റൽ എഫക്റ്റ് കൊണ്ട് നമുക്കറിയാം ലിഗാൻഡ്സ് മെറ്റലിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ d orbitals അല്ലേ, ലിഗാൻഡ് ഇലക്ട്രോൺ മെറ്റലിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു സമയത്ത് മെറ്റലിലെ d orbitals ഒക്കെ എന്ത് ചെയ്യണം? ഇലക്ട്രോൺസ് കൊണ്ട് ഫില്ല് ചെയ്യാണ് നമുക്ക് അല്ലേ. നമുക്കറിയാം ലിഗാൻഡിൽ നിന്ന് ഇലക്ട്രോൺ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ മെറ്റലിലെ d orbitals അത് വാക്കൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തുണ്ടാവുന്ന എനർജി ചേഞ്ചിനെയാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സിലാണെങ്കിൽ നമുക്കറിയാം T2G ആണ് ലോവർ എനർജി ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം അവിടെ ലോവർ എനർജി പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞിരുന്നു 4dq ആണ് വാല്യൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അതായത് T2G അതായത് 4dq ആയിട്ട് എന്ത് ചെയ്യാണ്? കുറയാണ് ചെയ്യുന്നത്. അതായത് 4dq ആയിട്ട് കുറയുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? -4dq എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? EGയുടെ കേസ്, EG എന്ന് പറയുന്നത് ഹയർ എനർജിയാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യാണ്? 6dq കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് ഡീസ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ +6dq പറയും. ഇത് 4dqനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? -4dq ആണ് അവിടെ കുറവുള്ളത്. അപ്പോൾ സ്റ്റെബിലൈസ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള ഈ ഒരു ലൈനാണ്. അപ്പോൾ ഇതെത്തണമെങ്കിൽ ഇവർക്ക് എന്ത് വേണം? ഇയാളാണെങ്കിൽ ഈ ഹൈപ്പോത്തറ്റിക്കിൽ നിന്ന് +dq ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇയാളാണെങ്കിൽ -4dq ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CFSE എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം നോക്കാം. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ. അതായത് CFSE ഒക്ടാഹൈഡ്രലിൻ്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ പറയാം? -4n T2G + 6n EgdQ. ഈ ഒരു ഇക്വേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? വേറെ ഇക്വേഷൻ ഉണ്ട്. -0.4n T2G + 0.6n EgΔO. അപ്പോൾ dq ആണ് നമ്മൾ എന്തെടുക്കുന്നത്? 4 അതായത് പോയിൻ്റ് ഇല്ലാതെ -4 അതുപോലെ +6 വെച്ച് എടുക്കുകയാണെങ്കിൽ dq ആണ് വരിക. ഇനി നമ്മൾ ΔOയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ടത് -0.4n T2G + 0.6n EG ആണ് കൊടുക്കേണ്ടത്. ഇതിൽ n T2Gയും അതേപോലെ n EG എന്ന് പറഞ്ഞത് നമ്മുടെ T2G ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നാണ് n T2G റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ EG ഓർബിറ്റലിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് എന്നാണ് നമ്മൾ n EGയിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ടോട്ടൽ നമ്പർ ഓഫ് d ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? x ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് എങ്ങനെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. d ഓർബിറ്റ് അതായത് T2Gയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതേപോലെ EGയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് d ഇലക്ട്രോൺസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ n T2G എന്ന് പറഞ്ഞാൽ T2Gയിലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം, n EG എന്ന് പറഞ്ഞാൽ EGയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ്.
അപ്പോൾ രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് ടോട്ടൽ ഡി ഇലക്ട്രോൺസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ TiH2O6 3+ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ +3 ആണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? ഹെക്സ അക്വ ടൈറ്റാനിയം 3. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ടൈറ്റാനിയം 3+ ആണ് നമുക്ക് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ അതിൻ്റെ എന്ത് ചെയ്യാണ്? കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് CFSE. അപ്പോൾ Ti3+ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം ശരിക്കും ടൈറ്റാനിയം മാത്രമാകുമ്പോൾ നമുക്കറിയാം 4s2 3d1 അങ്ങനെയാണ് വരിക. 3d2 4s2 3d2 ആണ്. അപ്പോൾ ടൈറ്റാനിയം 3+ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? 3 ഇലക്ട്രോൺ പോകണം. അപ്പോൾ നമ്മൾ എസിലുള്ള 2 ഇലക്ട്രോണും പോയി, ഡിയിൽ 1 ഇലക്ട്രോണും പോയി. അങ്ങനെ ബാക്കി എന്താണ്? ഡിയിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അതാണ് D1 സിസ്റ്റം. അപ്പോൾ നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുക ടൈറ്റാനിയത്തിൻ്റെ. അപ്പോൾ അതിൽ നിന്ന് 3 ഇലക്ട്രോൺ പോകുന്നതാണ് Ti3+ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ D1 സിസ്റ്റമാണ്. ഇത് D1 സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം D1 ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ എവിടെയാണ് പോവുക? നമുക്കറിയാം T2G1 എന്നായിരിക്കും കിട്ടുക അല്ലേ? Eg0. അത് നമ്മുടെ ഹൈ സ്പിൻ ലോ സ്പിൻ ഒരേപോലെ തന്നെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് വേണം? അതിൻ്റെ CFSE കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. -4 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G പ്ലസ് 6 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ Eg ആയിരുന്നു. അപ്പോൾ ഇവിടെ Eg നമുക്കറിയാം Egയിൽ ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ അത് 0 ആണ്. അപ്പോൾ രണ്ടാമത്തെ ടേം നമുക്ക് 0 ആക്കി എടുക്കാം. അതിന് കാൽക്കുലേറ്റ് ചെയ്യണ്ട. പിന്നെ ഇവിടെ നമുക്ക് T2Gയിൽ 1 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? -4 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 dQ. അല്ലെങ്കിൽ ഈ ΔOൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 0.6 അല്ലെങ്കിൽ 0.4 വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ എനർജി കുറയാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് MnH2O6 3+ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്കറിയാം ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹെക്സ അക്വ മാംഗനീസ് 3 ആണ്. 3 എന്ന് ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3 ആണ്. കാരണം H2Oൻ്റെ ചാർജ് 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? Mn3+ൻ്റെ ഇത് എത്രയാണെന്ന് നോക്കാം. നമുക്കറിയാം സ്കാൻഡിയം, ടൈറ്റാനിയം, വാനഡിയം, ക്രോമിയം, മാംഗനീസ് അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ D5ലാണ് ശരിക്കും വരിക. നമുക്കറിയാം. അപ്പോൾ മാംഗനീസിൻ്റെ ശരിക്കും വരുന്നത് എന്താണ്? 4s2 D5 3d5 എന്നാണ് വരിക. അപ്പോൾ നമ്മളിവിടെ മാംഗനീസ് 3+ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എസിലെ 2 ഇലക്ട്രോണും പോയി, നമ്മുടെ ഡിയിലെ 1 ഇലക്ട്രോണും പോയി. അങ്ങനെ വന്നത് D4 ആണ്. പിന്നെ ഇത് H2O ആണ്. H2O എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് അല്ല, വീക്ക് ലിഗാൻസ് ആണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അവിടെ എന്ത് ചെയ്യും? ഹൈ സ്പിൻ കോംപ്ലക്സ് നടക്കുന്നത്. അതായത് വീക്ക് ഫീൽഡ് കോംപ്ലക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇവിടെ നമുക്ക് D4 ആണെന്ന് പറഞ്ഞു അല്ലേ? ഡിയിൽ 4 ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ D4 വരുമ്പോൾ ഇതൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്താ വരേണ്ടത്? ഹൈ സ്പിൻ കോംപ്ലക്സ് ആകുമ്പോൾ T2G4 ആണോ വരേണ്ടത്? അല്ല, അതല്ല. വരേണ്ടത് എന്താണ്? നമ്മുടെ T2G3യും Eg1 ആണ് വരേണ്ടത്. ഓക്കെ. അപ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ടായിരുന്നു, ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വരേണ്ടത്. D4 സിസ്റ്റം ആയതുകൊണ്ട് T2G3 Eg1 എന്നാണ് വരിക. ഇനി ഇതിൻ്റെ CFSE എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് T2G ഇലക്ട്രോൺസ് 3യും Eg ഇലക്ട്രോൺസ് 1 ആണ്. ഇനി ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് വാല്യൂ കിട്ടും. അതേപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഹെക്സാസൈനിഡോ മാംഗനേറ്റ് 3. അതായത് ഹെക്സാസൈനിഡോ മാംഗനേറ്റ് 3. അപ്പോൾ അതിൻ്റെ CFSE നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മുടെ സൈനോഡോ ഗ്രൂപ്പാണ്. അതായത് സൈനോ ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? സ്ട്രോങ് ഫീൽഡ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ലോ സ്പിന്നാണോ ഹൈ സ്പിന്നാണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പേരൊന്നുകൂടെ പറയാം. ഹെക്സാസൈനിഡോ മാംഗനേറ്റ് 3. അപ്പോൾ അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുക CFSE. ഓക്കെ.